എല്ലാവർക്കും നമസ്കാരം. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. ലൂസിഫർ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം ആ സിനിമയുടെ 7 അയലത്ത് കെട്ടാൻ കൊള്ളാത്ത ഒരു പടമാണിത്. അതായത് സ്ക്രിപ്റ്റിൻ്റെയും ഡയലോഗ് ഡെലിവറിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കഥാ തിരക്കഥാ സംഭാഷണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നതെങ്കിൽ സിനിമ 8 നിലയിൽ പൊട്ടിയിരിക്കും. ഇതിൻ്റെ ആദ്യത്തെ സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു. വളരെ നല്ല രചനയായിരുന്നു അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് സംഭാഷണങ്ങൾ അത് തന്നെയാണ് ആ സിനിമ വിജയിപ്പിച്ചത്. ആ ഒരു പ്രതീക്ഷയിൽ ആളുകൾ കയറി കുറേയൊക്കെ കളക്ഷൻ കിട്ടും. പക്ഷെ അത് പോരല്ലോ, സിനിമ ഒരു വകയ്ക്ക് കൊള്ളില്ല. പക്ഷേ മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ മേടിച്ച ഒരു പടമാക്കി ഇതിനെ മാറ്റുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കുറേ ഹൈപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അവിടെയാണ്, മറ്റിടത്താണ്, മറിച്ചിടത്താണ് ഒക്കെ ഷൂട്ട് ചെയ്തത് തുടങ്ങി, അല്ലെങ്കിൽ ഒറിജിനൽ സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ടും പോരല്ലോ, ഇതെല്ലാം നയിക്കുന്നത് സിനിമയുടെ ആദ്യത്തെ കുറേ പ്രീ ബുക്കിങ്ങിലേക്കാണ്. അതിൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു. ഇറങ്ങുന്നതിന് മുൻപേ തന്നെ കോടികൾ കൊയ്ത ഒരു സിനിമയായിട്ട് മാറി. പക്ഷേ ആദ്യ ദിവസം തന്നെ സിനിമ കാണുന്നതോടെ ആളുകൾക്ക് മനസ്സിലായി, ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാൾ യൂട്യൂബിൽ നല്ല പച്ചയ്ക്ക് അത് പറഞ്ഞിട്ടിട്ടുമുണ്ട്, അത് തന്നെയാണ് പടം. അപ്പം നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഇവർക്ക് നേരത്തെ തന്നെ പ്ലാനിങ് ഉണ്ട്, അപ്പോൾ ആലോചിക്കുന്നതല്ല. സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ സ്ക്രിപ്റ്റിൽ ഒരു സാധനമുണ്ട്, ഈ ഗോദ്ര കലാപത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ നാറിയ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്ത് കളിയാണോ നടക്കുന്നത് അത് തന്നെ സിനിമയും ഉപയോഗിച്ചിരിക്കുകയാണ്. അതാണ് പോയിന്റ്. അല്ലാതെ ഇവരാരും വലിയ പുണ്യാത്മാക്കളൊന്നുമല്ല. രാഷ്ട്രീയക്കാരെങ്ങനെയാണോ മതം മുതലെടുത്ത് കളിക്കുന്നത്, പണം ഉണ്ടാക്കുന്നത്, അധികാരം പിടിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതേ കാര്യം ഉപയോഗിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കോടികൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പടം. ചില കാര്യങ്ങളെ വെള്ള പൂശുന്നു എന്ന് ഒരു വശം ആരോപിക്കുമ്പോൾ ചില കാര്യങ്ങളെ മറച്ചു വെച്ചിട്ട് ഒരു വശം മാത്രം കാണിക്കുന്നു എന്ന് വേറൊരു കൂട്ടർ വാദിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 മതങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത് കാരണം ആരാ? ഇതുപോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ആരെങ്കിലും പണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇതാണ് മതങ്ങളുടെ റിസൾട്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മതങ്ങളാണ് ഇവിടെ വില്ലൻ റോളിൽ നിൽക്കുന്നത് എന്ന് ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? മതങ്ങൾ അത് നന്മയുടെ പ്രതിരൂപങ്ങളാണ്. അതിനെ മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. എക്കാലത്തും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള, വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടുള്ള ഈ കള്ളവും വിശ്വസിച്ച് ആളുകൾ വീണ്ടും മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുകയാണ്. ആ ഒരു ഹൈപ്പും വിവാദവും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ മുതലെടുത്തുകൊണ്ട് കുറച്ച് പേര് കാശുണ്ടാക്കുകയാണ്. ഈ പണം അത്ര വലിയ പണമാണ്, ഒന്നുമല്ല. കുറച്ച് പേരൊക്കെ സമ്പന്നരാകും, അവരാദ്യം സമ്പന്നരും അല്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റ് അത് വളരെ വലുതാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വരുന്ന വിവാദങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വേണം പറയാനായിട്ട്. പ്ലാൻ ചെയ്തതുപോലെ തന്നെ. ആദ്യം നമ്മൾ ഈ പറയുന്ന സംഘി മനോഭാവമുള്ളവരെയൊക്കെ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. അവർ ആദ്യത്തെ ദിവസം തന്നെ തിരിച്ചറിയുന്നു പടം നമുക്കെതിരാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുവരെ കാണാൻ കാര്യമായ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന ഒരു സുഡാപ്പി മൈൻഡുള്ള കുറേ ആളുകളെയും കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. കുറേ ഭാഗം കട്ട് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ കാണാൻ വേണ്ടി കുറേ പേര് തിയേറ്ററിലേക്ക് പോവുക. പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഈ ഇന്ത്യ പോലെയുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇല്ല. ആകെപ്പാടെ 2 ടിക്കറ്റും എടുത്ത് ഒരു തിയേറ്ററിൽ കയറി ഒരു സിനിമയും കണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പുറത്തിറങ്ങി ഒരു വിനോദത്തിനോ എന്റർടൈൻമെന്റിനോ ഒന്നും ഇവിടെ വലിയ സാധ്യതയൊന്നുമില്ല. ഒരു ദരിദ്ര രാജ്യം. അപ്പൊ ഇങ്ങനെയുള്ള ദരിദ്രവാസികളെ തന്നെയാണ് ഈ സിനിമയും ഒക്കെ മുതലെടുക്കുന്നത് എന്ന് പറയേണ്ടി വരും. വേറെ എന്ത് ചെയ്യാനാണ്? ഒരു സിനിമ കാണാനല്ലാതെ ഇതുപോലെ ചവറ് പടങ്ങൾ ഇറങ്ങിയിട്ടും പിന്നെയും ആളുകൾ തിയേറ്ററിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു പടം ഇറങ്ങി 2-3 മാസങ്ങൾക്കപ്പുറം OTT-യിൽ വരും, അല്ലെങ്കിൽ ഫോണിൽ തന്നെ കാണാം. പക്ഷെ ആളുകൾ തിയേറ്ററിൽ പോകും. അത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. അതല്ല, നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വിചാരിക്കാം അതല്ല കാര്യമെന്ന്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഇതിനൊക്കെ ഹൈപ്പ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി ഒരുമാതിരിപ്പെട്ട നല്ല വിവരമുള്ള യൂട്യൂബർമാർ പോലും ഇന്ന് ചുമ്മാ ഈ പറയുന്ന ഈ കോൺസ്പെറസി തിയറിയും അല്ലെങ്കിൽ ഈ മണ്ടത്തരവും ഒക്കെ എടുത്ത് പൊലിപ്പിച്ച് എന്താണ് ആ സാധനം, എന്താണ് ഈ സാധനം, അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ജീവി വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതൊക്കെ വിശ്വസിച്ച് തന്നെ വിശ്വസിക്കുന്ന എത്രയോ മണ്ടന്മാരുണ്ട് ഇവിടെ. അതായത് ഇതൊരു വെറുതെ ഒരു കെട്ടുകഥയാണ് എന്നുള്ള രീതിയിലല്ല ആളുകൾ ഇത് കേൾക്കുന്നത്. ഈ മണ്ടത്തരങ്ങൾ വിഴുങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ ഫാക്റ്റുകൾ പറയാനോ അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കാനോ വിവരം വെക്കാനുള്ള ഒരു ആഗ്രഹമൊന്നും ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല. ഇതുപോലെയുള്ള കണ്ട ചണ്ടും ചവറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ സിനിമയും ഒക്കെ മുതലെടുക്കുന്ന ഒരു തരത്തിൽ ലൂസിഫർ മുതലേ തന്നെയും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ കോൺസ്പിറസി തിയറികളും ഇതിൻ്റെയൊക്കെ റീച്ച് മുതലെടുത്തും കൂടെ തന്നെയാണ് ഈ സിനിമകൾ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്.
ഞാനൊരു വീഡിയോയുടെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. വളരെ പണ്ട് നമ്മളും കോൺസ്പിറസി തിയറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മളൊരു റീച്ചിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരു അല്പം ഉത്തരവാദിത്വം വേണം. ആളുകളെ മണ്ടത്തരം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആളുകളായിട്ട് മാറാതെ കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ ഫാക്റ്റുകൾ മാത്രം പറയുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കോൺസ്പിറസി തിയറികളും ഇങ്ങനെയുള്ള കെട്ടുകഥകളും ഒക്കെ അടിസ്ഥാനമില്ലാത്തതാണെന്നും മണ്ടത്തരവുമാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നാണെങ്കിലും കാശുണ്ടാക്കാനും ഒക്കെ. മറിച്ചാകരുത്. അപ്പോൾ സിനിമക്കാർ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും യൂട്യൂബർമാരാണെങ്കിലും ഒക്കെ കണക്കാണ്. ഇന്ത്യക്ക് ശേഷം സ്വാതന്ത്ര്യമൊക്കെ നേടിയ ചൈന പോലെയുള്ള നമ്മുടെ അയൽരാജ്യമൊക്കെ ഏത് ലെവലിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ. ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ഒരു പാക്കേജ് ടൂറിനാണെങ്കിലും മുടക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, പാക്കേജ് ടൂർ ഒന്നും പോകേണ്ട കാര്യമില്ല, തന്നെത്താനെ പോകാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1-2 പേരൊക്കെ ആയിട്ട് വെറുതെ പോവുക. ഇതൊരു ട്രിപ്പായിട്ട് പോകേണ്ടതല്ല. വെറുതെ ഈ ചൈന പോലെയുള്ള രാജ്യങ്ങളെങ്കിലും ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ, നമ്മുടെ ഈ അയൽരാജ്യങ്ങൾ പോലും മാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇന്ത്യ ഇന്നും ഇങ്ങനെ കിടക്കുന്നു? ഇവിടെ ഉള്ളവർക്ക് വേറെ പണിയൊന്നുമില്ല. ഈ കണ്ട ഉള്ള സിനിമകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനും പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാണ്. പിന്നെ എങ്ങനെ ഗതി പിടിക്കും? ലോകം ഏത് രീതിയിൽ മാറുന്നു? ഇവിടെ പുറത്തിറങ്ങിയ വൃത്തിയുണ്ടോ, വെടിപ്പുണ്ടോ, സൗകര്യങ്ങളുണ്ടോ? ഇതൊന്നും ആരുടെയും വിഷയമല്ല. നമുക്കിങ്ങനെ കുറേ വിവാദങ്ങളും കുറേ സിനിമകളുടെയും പുറകെ നടന്നാൽ മതി. നിങ്ങൾ ഈ പറയുന്ന സിനിമാ താരങ്ങൾ പോലും യഥാർത്ഥത്തിൽ വലിയ സൂപ്പർ റിച്ച് ഒന്നും അല്ല. അവരും അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാർ, ഒരുപാട് ആസ്തി ഉള്ളവരൊക്കെ, അവരുടെയൊക്കെ മുമ്പിൽ ഇവരൊന്നും ഒന്നുമല്ല. പക്ഷെ ഇവർക്കുള്ളത് ഫെയിമാണ്, അല്ലെങ്കിൽ പബ്ലിസിറ്റി, പ്രശസ്തിയാണ് അവർക്കുള്ളത്. പക്ഷെ ഇതെല്ലാം എടുത്ത് ചർച്ച ചെയ്യുന്ന ആളുകളുടെ സമയവും ബോധവും ഒക്കെ വേസ്റ്റ് ആക്കപ്പെടുകയാണ്. ഒരു പുരോഗതി ഇല്ലാത്ത, ഇപ്പോഴും പഴയ വിവാദങ്ങളും ഈ മതത്തിലെ കഥകളും ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ ചികഞ്ഞ് സമയം കളയുകയാണ്. നമ്മൾ എവിടെയും എത്തുന്നില്ല. അതാണ് പോയിന്റ്. ഇപ്പൊ നല്ല സിനിമകൾ ഇറങ്ങാത്തതിന്റെ ഒക്കെ ഒരു പ്രധാന കാരണം എന്താണ്? പണം മതി ആളുകൾക്ക്. ഈ എമ്പുരാൻ പോലെയുള്ള സിനിമയൊക്കെ ആണെങ്കിലും ഇതിലൊന്നും ഒരു കഥയുമില്ല. അതിന്റെ സ്ക്രിപ്റ്റ് വളരെ മോശമാണ്. അല്ലെങ്കിൽ ആ ലൂസിഫർ ഫസ്റ്റ് സിനിമയുടെ 7 അയലത്ത് കൊള്ളാത്തൊരു സാധനം. അത് പിന്നെയും പറയേണ്ടി വരികയാണ്. പക്ഷേ ഇങ്ങനെ കുറെ ഹൈപ്പും വിവാദവും ഒക്കെ വെച്ചിട്ട് കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കാശ് മതി. അപ്പോൾ കല എവിടെയെന്ന് ചോദിച്ചാൽ അത് ഏതോ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ടാവും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നല്ല കഥകളില്ല, നല്ല സ്ക്രിപ്റ്റ് ഇല്ല. പണ്ട് വളരെ നല്ല സിനിമകളൊക്കെ ചെയ്തിരുന്ന സംവിധായകരും എഴുത്തുകാരും പോലും ഇപ്പോൾ ഇവർക്കൊന്നും ഒന്നിനും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം പണ്ട് അവർക്ക് പണം എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കലാബോധം, ഒരു കലാകാരന്മാർ തന്നെയായിരുന്നു അവരെങ്കിൽ ഇന്ന് ഇവർക്കൊക്കെ കാശ് മാത്രം മതി. പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടാക്കുക, പരമാവധി കാശ് ഉണ്ടാക്കുക, അത് മതി. ഇങ്ങനെ താളം തുള്ളാനായിട്ട് മണ്ടന്മാരെ കിട്ടും. പിന്നെ എന്താ പ്രശ്നം? മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം, ഇത് മുതലെടുത്തുകൊണ്ടുള്ള സ്ക്രിപ്റ്റ് അല്ലേ ഈ സിനിമയിലും ഉള്ളത്? വളരെ മോശമായ സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ സ്ക്രിപ്റ്റിന്റെ ബലത്തിലോ ഡയലോഗ് ഡെലിവറിയുടെ ബലത്തിലോ ആണ് സിനിമ വിജയിക്കുന്നതെങ്കിൽ നമുക്കൊരു ന്യായം പറയാമായിരുന്നു. ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഈ സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ മാറി എല്ലാവരും കാണുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ OTT-യിലൊക്കെ റിലീസ് ആയതിനു ശേഷം കൃത്യമായ നിരൂപണങ്ങൾ ആളുകൾ പറഞ്ഞു തുടങ്ങും. ഇതിനായിരുന്നോ ഇത്ര വലിയ ഹൈപ്പും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ 7 അയലത്ത് കൊള്ളില്ലല്ലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങും. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രീ ബുക്കിങ്ങിൽ തന്നെ ഏറ്റവും അധികം കോടികൾ ഈ പടം വാരുന്നു. ഇത് മതി. നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ കുറെ വയലൻസ് കാണിക്കുക. ഇപ്പൊ ഇറങ്ങുന്ന ഏത് സിനിമയും ഈ പറയുന്ന, അല്ലെങ്കിൽ പുകവലി, മദ്യപാനം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ ഒരാൾ തിയേറ്ററിൽ കയറിയിരിക്കുന്നതാണെങ്കിലും ബോധവൽക്കരണം കൊണ്ട് തന്നെ അയാൾ അതിലേക്ക് ശ്രദ്ധിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമയിലെല്ലാം ഇങ്ങനെ ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിലും നിയമപരമായ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും എവിടെയും ഈ മദ്യപാനം, പുകവലി ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ സിനിമകൾ ഫണ്ട് വാങ്ങുന്നില്ലേ എന്ന് സ്വാഭാവികമായിട്ടും ഒരാൾ സംശയിച്ചാൽ അതിനെ ആർക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കും? കാരണം അതുപോലെയല്ലേ ഓരോ രംഗങ്ങളും കുത്തി നിറയ്ക്കുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇതായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? നല്ല കഥ, തിരക്കഥ, സംഭാഷണം എഴുതാൻ കഴിവുള്ളവരൊന്നുമില്ല. പണ്ട് നമുക്കൊരു ശ്രീനിവാസനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ രംഗത്ത് നിന്ന് പിന്മാറിയ മട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇപ്പോൾ നല്ല സിനിമകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ പറയുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും നല്ലൊരു എഴുത്തുകാരൻ്റെ ബലമുണ്ടെങ്കിൽ, കലാകാരനാണെങ്കിൽ നല്ല സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊരു നല്ല ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു. ആ സിനിമകൾ ഇന്നിറങ്ങിയാൽ അത് ഓടണമെന്നില്ല. പക്ഷെ മാറുന്ന കാലത്തിൽ മാറുന്ന രീതിയിൽ അതേപോലെ തന്നെയുള്ള കഥകൾ എഴുതാനോ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എഴുതാനോ കഴിവുള്ളവരില്ല. കാരണം എന്താണ്? സിനിമയിലുള്ളവർക്കൊക്കെ പണം മതി. അതിനിങ്ങനെ കുറെ വിവാദങ്ങളും ഉണ്ടാക്കുക, കുറെ വയലൻസും കയറ്റുക, അല്ലെങ്കിൽ കുറെ മദ്യപാന സീനുകളും ഒക്കെ ഉൾപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും പണം മേടിക്കുന്നുണ്ടാകാം, നമുക്കറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ കുറെ ഇന്റർവ്യൂ കൊടുക്കുക. ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ ഒരു പരിധി കഴിഞ്ഞ്, അതായത് നിങ്ങൾ ഒഴിവ് സമയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നവരുമുണ്ട്. എന്നാൽ അതല്ലാതെ നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി കണ്ട ചവർ ഇന്റർവ്യൂകളും അല്ലെങ്കിൽ ഈ കണ്ട പോസ്റ്റുകളും വിവാദങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിതം തീർക്കും. ഈ കണ്ട ചണ്ടിന്റെ ചവറിന്റെ ഒക്കെ പുറകെ നടക്കുന്ന സമയത്ത് 10 പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾ നോക്കുക. സാധാരണക്കാരോടാണ് പറയുന്നത്. നിങ്ങളെയൊക്കെ മനോഹരമായി പറ്റിച്ചുകൊണ്ട് മണ്ടന്മാരാക്കിക്കൊണ്ട് അവർ സിനിമകളും വിജയിപ്പിക്കും, നിങ്ങളെ ഭരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മതങ്ങളും ജാതികളും ആണെങ്കിലും ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇതിനെയൊക്കെ വേറെ ആരോ വളച്ചൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മതത്തിനെതിരെ ആരും ഒന്നും മിണ്ടില്ല. എന്തെങ്കിലും ആട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും പറഞ്ഞുകൊണ്ടേ പോകും. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.